സ്വാമിജി, ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം, കുട്ടികൾ അവതരിപ്പിച്ചത് താടകാവധമായിരുന്നു. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീഹത്യയിലെ ധർമാധർമ്മ വിചാരങ്ങൾ എന്നതാണ്. ശ്രീരാമൻ പോലും ഒരു വേള ആശങ്കപ്പെടുന്നുണ്ട്. അത് ഒരുപക്ഷെ ഈ നാട്ടിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് അദ്ദേഹം അനുശീലിച്ചു വന്ന ആചാര സംഹിതകൾ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാവാം സ്ത്രീയെ കൊല്ലാമോ എന്ന് ഒരു വേള ശ്രീരാമൻ ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷേ വില്ലെടുക്കൂ, കുലയ്ക്കൂ എന്ന ഗുരുവിൻ്റെ ആഹ്വാനമാണ് ശിരസാവഹിച്ചത്. എന്തുകൊണ്ടാണ് സ്ത്രീഹത്യയിലെ ധർമാധർമ്മ വിചാരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്? പണ്ടുകാലം മുതലേ നമ്മുടെ ഭാരതത്തിൽ സ്ത്രീകൾക്ക് ഒരുപക്ഷെ മറ്റൊരു രീതിയിൽ പുരുഷനേക്കാൾ കൂടുതൽ ആദരവും ബഹുമാനവും സംരക്ഷണവും എല്ലാം കൊടുത്തിരുന്ന ഒരു കാലഘട്ടം നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മനുകാരൻ പറഞ്ഞത്, എത്ര നാരിസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാരികൾ പൂജിക്കപ്പെടണമെന്നുള്ളതാണ്. അവിടെ ദേവതകൾ പോലും സന്തോഷിക്കുന്നതാണ്. ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി വിധാതാക്കളാണ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ. അവരാണ് ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നത്. പൊതുവേ പ്രകൃതിദത്തമായിട്ട് അവർക്ക് ചില ഗുണങ്ങൾ പ്രകൃതി തന്നെ നൽകിയിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ വളർത്തത്തക്കവണ്ണം ഗർഭത്തിൽ ചുമക്കാനും ആ ക്ഷമ, അത്രയും ക്ഷമ വേണം. പുരുഷന് അത്രയും ക്ഷമയുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ഗർഭത്തിൽ 10 മാസം ചുമക്കുക, അതിനോട് അത്രയും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിതം, അതിൻ്റെ ഉറക്കവും അതിൻ്റെ നിദ്ര പോലും വെടിഞ്ഞുകൊണ്ട് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്മമാർ കഷ്ടപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ എത്രയോ പേരെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു മൃദുലമായ ഒരു ഭാവം സ്ത്രീകൾക്ക് പൊതുവെ പ്രകൃതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ആവശ്യമാണ്, സൃഷ്ടിയുടെ നിലനിൽപ്പിന് അത് ആവശ്യമാണ്. അത്തരം സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു ബോധം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാരതീയരുടെ മനസ്സിൽ ഇപ്പോൾ പണ്ടുകാലം മുതൽ ദേവാസുര യുദ്ധങ്ങൾ മുതൽ ഒരുപാട് യുദ്ധങ്ങൾ കാണാം. അതിലൊന്നും പങ്കെടുക്കുന്നത് സ്ത്രീകളധികം പങ്കെടുക്കുന്നത് കാണുന്നില്ല. വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾ ഇന്നും അത് തന്നെ. ഇന്നത്തെ കാലഘട്ടം എടുത്താലും നമുക്കിപ്പോൾ മറ്റു രാഷ്ട്രങ്ങൾ എടുത്താലും, ഭാരതം മാത്രമല്ല ഇന്നും ലോകരാഷ്ട്രങ്ങളെല്ലാം എടുത്താലും യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരും എല്ലാം കൂടുതൽ നോക്കിയാൽ പുരുഷന്മാരാണ്. സ്ത്രീകൾ വളരെ കുറവാണ്. പേരിനുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം കായികമായിട്ട് പുരുഷനുള്ള അത്രയും ശക്തി സ്ത്രീകൾക്ക് പൊതുവേ ഇല്ല. കായികമായ ശക്തി അത്രയില്ല. അത് പ്രകൃതിദത്തമായിട്ട് തന്നെ വന്നിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് സ്ത്രീകൾക്കുള്ള ഗുണം വേറെ, അത് പുരുഷനുണ്ടായില്ല. പുരുഷൻ്റെ ഗുണം സ്ത്രീകൾക്കും ഉണ്ടായില്ല. ഇത് രണ്ടും ചേരുന്നതാണ് പൂർണ്ണതയായിട്ടുള്ളൊരു സങ്കല്പമുണ്ട് ഭാരതത്തിൽ. അപ്പോൾ അന്ന് മുതലേ ഇപ്പോൾ സ്ത്രീകളെ എങ്ങനെ വളർത്തണമെന്ന് പോലും നമ്മുടെ ശാസ്ത്രകാരന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയാനും കാരണം അതാണ്. എന്നുവെച്ചാൽ പിതാവ് സംരക്ഷിക്കണമെന്നാണ്. ഒരു കാലത്തും ഭർത്താവ് യൗവനത്തിലാണെങ്കിൽ ഭർത്താവ് സംരക്ഷിക്കണം, അതേപോലെ പുത്രന്മാർ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കണം എന്നുള്ളതാണ്. ഇന്ന് ചിലപ്പോഴും വൃദ്ധസദനങ്ങളിലൊക്കെ എറിയുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. തെരുവിൽ നടക്കേണ്ടി വരിക. സ്വന്തം വയറ്റിപ്പഴുപ്പിന് വേണ്ടിയിട്ട് ഈ സ്ത്രീകൾ തെരുവിലിറങ്ങി നടന്ന് യാചിക്കാൻ ഇടവരുന്ന ഒരു സ്ഥിതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പം ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീക്കുള്ള ആദരവാണ്. അവരൊരിക്കലും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ പാടില്ല എന്നുള്ള സങ്കല്പമായിരുന്നു അതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് നമുക്ക് പ്രധാനമന്ത്രിയുടെ ജീവന് വിലയുണ്ടെങ്കിൽ ബ്ലാക്ക് കാറ്റ്സുകൾ ചുറ്റുമുണ്ടാവും. അതുപോലെ ഒരു സംരക്ഷണമാണ്, അത്രയും വിലപ്പെട്ടതാണ് സ്ത്രീ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ആ മൃദുല ഭാവം വെടിഞ്ഞുകൊണ്ട് ഒരു സംഹാരമൂർത്തിയായിട്ട് മാറുമ്പോൾ സ്ത്രീയുടെ സ്വഭാവത്തിന് മാറ്റം വന്നു. അത് സ്ത്രീ അല്ല സത്യത്തിൽ. സ്ത്രീക്ക് സഹജമായിട്ടുള്ള ആ ഒരു സ്നേഹവും വാത്സല്യവും ക്ഷമയും വിട്ടുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് ഉയരുമ്പോൾ അവരെ സ്ത്രീയായിട്ട് കണക്ക് കൂട്ടിക്കൂടാ. അതുകൊണ്ടാണ് താടകാവധം. അവിടെ വിശ്വാമിത്രൻ പറയുന്നുണ്ട്, അവൾ സ്ത്രീ അല്ല എന്ന് പറയാൻ കാരണം അതാ. അവളുടെ ഗുണം ഇതല്ല, സ്ത്രീയുടെ ഗുണമല്ല അവൾക്ക്. അവൾ ഇരുന്ന് കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ ഹനിക്കും. അവർ ബ്രാഹ്മണരെ കൊല്ലുന്നു, അല്ലെങ്കിൽ തപസ്വികളായ ആൾക്കാരെ കൊല്ലുന്നു, നിരുപദ്രവികളായ ആൾക്കാരെ പിടിച്ച് കൊല്ലുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സമൂഹത്തിൽ ജീവിച്ചിരുന്നാൽ അത്യന്തം അപകടകരമാണ്. അതുകൊണ്ടാണ് അവൾ സ്ത്രീയല്ല, നീ അതൊന്നും നോക്കണ്ട, മറ്റു ചിന്തകൾ നിൻ്റെ മനസ്സിൽ നിന്ന് കളയൂ. ഇവിടെ സ്ത്രീവധം, ആ വധത്തിൻ്റെ ദോഷം നിനക്ക് ഉണ്ടാകില്ല. നമുക്ക് കൊലപാതകമുണ്ട്, അതുപോലെ സ്ത്രീ വധമുണ്ട്. ഇവിടെ വധം വെച്ചാൽ ധാർമ്മികമാണ്. ഇന്നത്തെ നിയമപരമായിട്ടുള്ള വധങ്ങളുണ്ട്, ധാർമ്മികമായിട്ടുള്ള വധങ്ങളുണ്ട്. അന്ന് ധാർമ്മികമായ നിയമങ്ങളായിരുന്നു അന്ന് കാലത്തുണ്ടായിരുന്നത്.
അപ്പോൾ ധാർമ്മികമായ നിയമങ്ങൾ വെച്ച് അവൾ സ്ത്രീയല്ല എന്ന കാരണത്താൽ മാത്രമല്ല, അവൾ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഇനിയും അനേകം പേരെ കൊല്ലാനിടവരും. അപ്പോൾ അവൾക്ക് ശിക്ഷ അത്യാവശ്യമാണ്. അവൾ ജീവിച്ചിരിക്കാൻ തന്നെ പാടില്ല, കാരണം അവളുടെ സ്വഭാവമേ മാറാൻ പോകുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വിശ്വാമിത്രൻ പറഞ്ഞത് അവളെ കൊല്ലൂ എന്ന്. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ കണക്ക് കൂട്ടണം. സമൂഹത്തിൻ്റെ സംരക്ഷണം ആഗ്രഹിക്കുന്ന ഭരണാധികാരികളും അത്തരം കാര്യങ്ങളിൽ ശിക്ഷ വേണം എന്നുള്ളതാണ്. ആ ഒരു നിയമം കൊണ്ട് മറ്റുള്ളവരുടെ പ്രജകളുടെ സംരക്ഷണമാണ് അതിലൂടെ കൊണ്ടുവരുന്നത്. അത് നമ്മൾ ചിന്തിച്ചാൽ ഇത് ന്യായീകരിക്കാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അത് ന്യായീകരണത്തിന് വേറെ പ്രശ്നമൊന്നും വരുന്നില്ല.